ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം ഹരി ഓം. നമസ്കാരം നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ധന്വന്തരി ക്ഷേത്രങ്ങളിലൊക്കെ ഔഷധ സേവാ ദിനം എന്ന പേരിൽ ഔഷധ സേവ നടത്തുന്ന ദിവസമാണ്. അടുത്ത് ധന്വന്തരി ക്ഷേത്രമുള്ളവരൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഔഷധ സേവയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. നല്ല കാര്യം. എല്ലാവർക്കും ആ ധന്വന്തര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മുടെ കാവ്യമഞ്ജരി കഴിഞ്ഞതിന് ശേഷം പൂജാപുഷ്പങ്ങൾ ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ തുടങ്ങിവെച്ചു. ഇന്നലെ ഉത്തരഗീതങ്ങള് 3, 2, 5, 3, 8, 2, 10, 11 കീർത്തനങ്ങള് ഇന്നലെ പാടി. കൃഷ്ണ മാധവ കേശവ അതുവരെയുള്ളതാണ് പാടിയതെന്ന ഓർമ്മ. ശരിയല്ലേ? അവസാനം പാടിയത് കൃഷ്ണമാധവ കേശവ. അപ്പൊ ഇനി നമുക്ക് തുടരാം. അമ്മേ നാരായണ എന്നുള്ള ഒരു ദേവീ സ്തോത്രത്തോടു കൂടിയിട്ടാണ് തുടരുന്നത്. ഇന്നലെ കൃഷ്ണമാധവ കേശവ പാടിയില്ലേ? ഒന്ന് ഓർമ്മിപ്പിച്ച് പറയൂ. എനിക്ക് ഓർമ്മ വരുന്നില്ല. പാടാൻ തുടങ്ങിയപ്പോ കട്ടായിപ്പോയോ? ഇല്ല അല്ലേ? കൃഷ്ണ മാധവ കേശവ പാടിയിട്ടില്ല. എന്നാ പിന്നെ അതോടുകൂടി തുടങ്ങാം. അപ്പൊ ഇന്നലെ 10 ഗാനങ്ങളാണ് പാടിയത്. ഇന്നലെ ഇത് തുടങ്ങുമ്പോൾ റേഞ്ച് പോയതുകൊണ്ട് ഇതുകൂടി കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചിരുന്നു. പാടിയിട്ടില്ല. ശരി.
നാരായണ. അപ്പൊ കൃഷ്ണമാധവ കേശവ ആ ഗാനത്തോടെ തുടങ്ങാം. ഓം ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണ മാധവ കേശവ മുരളീധര മധുസൂദന കൃഷ്ണ ഗോകുല പാലക വസുദേവ ദേവകി നന്ദന കൃഷ്ണനന്ദ വ്രജേശ്വരീ സുകൃത സ്വരൂപ മനോഹര കൃഷ്ണ ഭക്ത ജനപ്രിയ മുനിവൃന്ദ പൂജിത ശ്രീപതേ അത്തൽ നീക്കി ജഗത്രയത്തിനു പുഷ്ടമോദമണയ്ക്കുവാൻ കൃഷ്ണനായി വിളങ്ങിടും ഗുരുവായൂരപ്പ നമോസ്തുതേ. കണ്ണനായി നവനീത ചോര കിശോരനായി പശുപാലനായി നന്ദഗോകുലരത്നമാം ഗുരുവായൂരപ്പ നമോസ്തുതേ. പുല്ലിനും പുളിനത്തിനും പുതുപൂവിനും കുളിരേകിടും പുണ്യദർശനമായ ശ്രീ ഗുരുവായൂരപ്പ നമോസ്തുതേ. വേണുനാദ സുധാരസത്തിലലിഞ്ഞു നിർവൃതി നേടിടും ഗോപിമാരെ അനുഗ്രഹിച്ചൊരു വാതനാദ നമോസ്തുതേ. പ്രേമഭക്തി വിശുദ്ധമാകിയ ഗീതമൻപൊടു കേൾക്കുവാൻ ഓടി മുന്നിലണഞ്ഞ ശ്രീ ഗുരുവായൂരപ്പ നമോസ്തുതേ. ഉച്ചയൂണിനു കൂട്ടരൊത്തതി സ്വച്ഛമാം വനഭൂമിയിൽ വട്ടമിട്ടു രസിച്ചിരുന്നൊരു വാതനാദ നമോസ്തുതേ. എങ്ങു ഗോക്കൾക്കിടാങ്ങൾ ബാലകരെന്നു നോക്കി നിഗൂഢമാം മന്ദഹാസമണിഞ്ഞു നിന്നൊരു മാറുദേശ നമോസ്തുതേ. സത്യമായതു കണ്ടു പദ്മജനൊക്കെ വൈഷ്ണവരൂപമായി മിഥ്യയോ ഇതു സത്യമോ ഗുരുവായൂരപ്പ നമോസ്തുതേ. സത്യദർശനമേകിടു മമ ദുഃഖമൊക്കെയകറ്റിയൻ ചിത്തത്താരിൽ വസിക്കണേ ഗുരുവാതനാദ കൃപാംബുധേ. സത്യദർശനമേകിടു മമ ദുഃഖമൊക്കെയകറ്റിയൻ ചിത്തത്താരിൽ വസിക്കണേ ഗുരുവാതനാദ കൃപാംബുധേ. കൃഷ്ണ മാധവ കേശവ മുരളീധര മധുസൂദന കൃഷ്ണ ഗോകുല പാലക വസുദേവ ദേവകി നന്ദന കൃഷ്ണ നന്ദ വ്രജേശ്വരീ സുഹൃദ സ്വരൂപ മനോഹരാം കൃഷ്ണ ഭക്ത ജനപ്രിയ മുനിവൃന്ദ പൂജിത ശ്രീപതേ. കൃഷ്ണ ഭക്ത ജനപ്രിയ മുനിവൃന്ദ പൂജിത ശ്രീപതേ. കൃഷ്ണനന്ദ വ്രജേശ്വരി സുഹൃതരൂപ മനോഹര
അവിടെ ഒരു ചെറിയൊരു അക്ഷര തടയലുണ്ട്. കൃഷ്ണനന്ദ വ്രജേശ്വരി സുകൃതസ്വരൂപ മനോഹര. കൃഷ്ണനന്ദ വ്രജേശ്വരി സുകൃതസ്വരൂപ മനോഹര. സുകൃതരൂപ മനോഹര. കൃഷ്ണനന്ദ വ്രജേശ്വരി സുകൃത. അവിടെ ഒരക്ഷരം കുറവാണുള്ളത്. അമ്മ തന്നെ എന്തെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നാലും നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒരക്ഷരത്തിന്റെ കുറവുണ്ട്. കൃഷ്ണനന്ദ വ്രജേശ്വരി സുകൃത സ്വരൂപാന്ന് പോരാ, അവിടെ ഒരക്ഷരം കൂടി ഉണ്ടെങ്കിൽ വൃത്തം ബാക്കിയുള്ളതിനൊപ്പം നിൽക്കുള്ളൂ. ഓക്കെ, നല്ല കീർത്തനം, വളരെ നല്ല കീർത്തനം. ബാക്കിയുള്ള എല്ലാ വരികളും വളരെ മനോഹരം. ഗുരുവായൂരപ്പനെയാണ് ഓരോ വരിയിലും. പാദനാഥ, ഗുരുവായൂരപ്പ, മാരുദേശ, ഗുരുവാസനാഥ ഒക്കെ വിളിച്ചുകൊണ്ട് നേരെ ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നാരായണ. അടുത്തതൊരു ദേവീ സ്തുതിയാണ്. ചോറ്റാനിക്കര അമ്മയുടെ ഭാവത്തില് ദേവിയെ സ്തുതിക്കുന്ന അമ്മേ നാരായണ എന്നുള്ള ഒരു സ്തുതി. നാരായണ. നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, കൈതൊഴുന്നീ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, കൈതൊഴുന്നേ. ദേവി മഹാമായേ കാർത്യായനി ഭദ്രേ, കാരുണ്യശാലിനി ഭക്തപ്രിയേ, പാദകമലം ഭജിക്കുന്ന ഞങ്ങൾ തൻ മാനസതാരിൽ വിളങ്ങേണമേ. ദേവി മഹാമായേ കാർത്യായനി ഭദ്രേ, കാരുണ്യശാലിനി ഭക്തപ്രിയേ, പാദകമലം ഭജിക്കുന്ന ഞങ്ങൾ തൻ മാനസതാരിൽ വിളങ്ങേണമേ. ജ്ഞാനപ്രദായിനി ശക്തിസ്വരൂപിണി, പാതകനാശിനി സർവേശ്വരി, ആശ്രിതവത്സലയാകും മഹാദേവി, കാത്തരുൾ ഞങ്ങളെ ലോകനാഥേ. ജ്ഞാനപ്രദായിനി ശക്തിസ്വരൂപിണി, പാതകനാശിനി സർവേശ്വരി, ആശ്രിതവത്സലയാകും മഹാദേവി, കാത്തരുൾ ഞങ്ങളെ ലോകനാഥേ. സൃഷ്ടിസ്ഥിതിലയകാരിണി ചണ്ഡികേ, ഇഷ്ടവരപ്രദേ രുദ്രപ്രിയേ, ത്വൽകൃപാപീയൂഷമൊന്നേ ജനിമൃതി, ദുഃഖമകറ്റൂ ജഗദംബികേ. സൃഷ്ടിസ്ഥിതിലയകാരിണി ചണ്ഡികേ, ഇഷ്ടവരപ്രദേ രുദ്രപ്രിയേ, ത്വൽകൃപാപീയൂഷമൊന്നേ
ജനിമൃതി ദുഃഖമകറ്റു ജഗദംബികേ. ദേവി ഭഗവതി നിൻ തിരുനാമങ്ങൾ നാവിൽ വിളങ്ങണമെന്നുമെന്നും. നിന്നവതാര കഥകൾ മനസ്സിന്റെ കന്മഷമെല്ലാം അകറ്റണമേ. ദേവി ഭഗവതി നിൻ തിരുനാമങ്ങൾ നാവിൽ വിളങ്ങണമെന്നുമെന്നും. നിന്നവതാര കഥകൾ മനസ്സിന്റെ കന്മഷമെല്ലാം അകറ്റണമേ. നിന്റെ അനുഗ്രഹലീലാവിലാസത്തിലെൻ മനമെന്നും രമിക്കണമേ. നിൻ മനോമോഹന ദിവ്യരൂപത്തിലെൻ ചഞ്ചല ചിത്തമുറക്കേണമേ. നിന്റെ അനുഗ്രഹലീലാവിലാസത്തിൽ എൻ മനമെന്നും രമിക്കണമേ. നിൻ മനോമോഹന ദിവ്യരൂപത്തിലെൻ ചഞ്ചല ചിത്തമുറക്കേണമേ. നിൻ തിരുമുൻപിൽ ഞാനെന്ന ഭാവം വെടിഞ്ഞൻപിൽ നമിപ്പാൻ അനുഗ്രഹിക്കൂ. നിൻ പാദദാസ്യ സൗഭാഗ്യമടിയന്റെ ജന്മസാബല്യമതേകുദേവി. നിൻ തിരുമുൻപിൽ ഞാനെന്ന ഭാവം വെടിഞ്ഞൻപിൽ നമിപ്പാൻ അനുഗ്രഹിക്കൂ. നിൻ പാദദാസ്യ സൗഭാഗ്യമടിയന്റെ ജന്മസാഫല്യമതേകുദേവി. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ കൈതൊഴുന്നേൻ. 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 വളരെ മനോഹരമായിട്ടുള്ളൊരു ദേവീ സ്തുതി. എല്ലാവർക്കും സുഗമമായി പാടാം, ആസ്വദിച്ച് ആടിയാടി പാടാം അല്ലേ? നമ്മളൊക്കെ സന്ധ്യാനാമത്തിൽ ഇരുന്നിരുന്ന് ആടിയാടി പാടാനാണല്ലോ പതിവ്. അപ്പോൾ അതിന് പറ്റിയതാണ്. നല്ല ലയം, നല്ല വരികളാണ്. അമ്മയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ സ്തുതി. നാരായണ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ഔഷധ സേവാ ദിനം. അപ്പോൾ ഇതിൽ നമുക്ക് ഭാഗ്യം കൊണ്ട് ഒരു ധന്വന്തരി സ്തോത്രമുണ്ട്. പെരിങ്ങാവിൽ ധന്വന്തരി ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിൽ അനേക ധന്വന്തരി ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് നെല്ലുവായി വളരെ പ്രശസ്തമാണ്. ഇവിടെ പെരിങ്ങാവ് നമ്മുടെ തൃശ്ശൂര് എന്താ പറയുക, ഷൊർണൂർ റോഡ് മറ്റേ റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ജംഗ്ഷനാണ് പെരിങ്ങാവ്. അവിടുന്ന് ചേറൂര്, അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടേക്കൊക്കെയുള്ള വഴി. അപ്പം അതിലാണ് ഈ ധന്വന്തരി ക്ഷേത്രം. കഴിഞ്ഞ കൊല്ലം നമ്മൾ സപ്താഹം നടത്തിയ ക്ഷേത്രം. ഇവിടെ ശകുന്തളാദേവി കുഞ്ഞമ്മയുടെ തൊട്ട അടുത്ത ക്ഷേത്രം. കമലാദേവി കുഞ്ഞമ്മയുടെ അനിയത്തി ശകുന്തളാദേവി കുഞ്ഞമ്മയുടെ അടുത്ത ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് ഈ അമ്മയ്ക്കും നല്ല ബന്ധമാണ്.
അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ താമസിക്കുകയും അനിയത്തിയുടെ കൂടെ താമസിച്ച് പെരിങ്ങാവിൽ പല പരിപാടികളിലും പങ്കെടുക്കുകയും സത്സംഗങ്ങളൊക്കെ അത്യാവശ്യം നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ആ ധന്വന്തരി മൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രം. അപ്പൊ ഇന്ന് ഔഷധ സേവ സ്പെഷ്യൽ. നമുക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഔഷധങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് സേവിക്കാം. ഭഗവാന്റെ നാമം തന്നെയാണ് ഏറ്റവും വലിയ ഔഷധം, അല്ലേ? നമുക്ക് വായിക്കാം ധന്വന്തരി സ്തോത്രം. പെരിങ്ങാവിൽ വിളങ്ങുന്ന ശ്രീധന്വന്തരിമൂർത്തിയെ നമിപ്പൂ സർവരോഗാർത്തിനാശക ഭക്തവത്സല. പെരിങ്ങാവിൽ വിളങ്ങുന്ന ശ്രീധന്വന്തരിമൂർത്തിയെ നമിപ്പൂ സർവരോഗാർത്തിനാശക ഭക്തവത്സല. ദേവന്മാർക്കമൃതം പ്രാപ്തമാക്കി മംഗളമേകുവാൻ തന്ത്രങ്ങൾ അവതാരങ്ങൾ എത്രയോ സ്വീകരിച്ചു നീ. ദേവന്മാർക്കമൃതം പ്രാപ്തമാക്കി മംഗളമേകുവാൻ തന്ത്രങ്ങൾ അവതാരങ്ങൾ എത്രയോ സ്വീകരിച്ചു നീ. ദേവാസുരരെയൊന്നിപ്പിച്ചമൃതാബ്ധി കടഞ്ഞിടാൻ പർവ്വതത്തെ എടുപ്പിച്ചു പന്നകത്തെ വരുത്തി നീ. ദേവാസുരരെയൊന്നിപ്പിച്ചമൃതാബ്ധി കടഞ്ഞിടാൻ പർവ്വതത്തെ എടുപ്പിച്ചു പന്നകത്തെ വരുത്തി നീ. താണുപോം പർവ്വതം പൊക്കി നിർത്തുവാൻ കൂർമ്മരൂപിയായി ഭവാനല്ലോ സമുദ്രത്തിനടിയിൽ ചെന്നു നിന്നതും. താണുപോം പർവ്വതം പൊക്കി നിർത്തുവാൻ കൂർമ്മരൂപിയായി ഭവാനല്ലോ സമുദ്രത്തിനടിയിൽ ചെന്നു നിന്നതും. അജിതൻ നീ ബൃഹദ്രൂപൻ ശക്തി തേജോപബൃംഹിതൻ മഥനം ചെയ്തു ചെയ്യിക്കാൻ സൂത്രധാരനുമായി നീ. അജിതൻ നീ ബൃഹദ്രൂപൻ ശക്തി തേജോപബൃംഹിതൻ മഥനം ചെയ്തു ചെയ്യിക്കാൻ സൂത്രധാരനുമായി നീ. വിഷവും അമൃതം തന്നെയെന്നു ലോകത്തോടോതി നീ ഐശ്വര്യലബ്ധിക്കായി ലക്ഷ്മി തന്നെയും ചേർത്തു നിർത്തി നീ. വിഷവും അമൃതം തന്നെയെന്നു ലോകത്തോടോതി നീ ഐശ്വര്യലബ്ധിക്കായി ലക്ഷ്മി തന്നെയും ചേർത്തു നിർത്തി നീ. സ്വർണകുംഭത്തിലമൃതം കൈക്കൊണ്ടാവിർഭവിച്ചു നീ ധന്വന്തരീമൂർത്തിയായി സർവലോകപ്രകാശമായി. സ്വർണകുംഭത്തിലമൃതം കൈക്കൊണ്ടാവിർഭവിച്ചു നീ ധന്വന്തരീമൂർത്തിയായി സർവലോകപ്രകാശമായി. അസുരന്മാരെ മോഹിപ്പിച്ചമൃതം വീണ്ടെടുക്കുവാൻ വിശ്വമോഹിനിയായും നീ പ്രത്യക്ഷപ്പെട്ടതില്ലയോ. അസുരന്മാരെ മോഹിപ്പിച്ചമൃതം വീണ്ടെടുക്കുവാൻ
വിശ്വമോഹിനിയായും നീ പ്രത്യക്ഷപ്പെട്ടതില്ലയോ. നമസ്തേ ശ്രീ മഹാവിഷ്ണോ രോഗദുഃഖഭയാപഹ ജയ ധന്വന്തരി മൂർത്തേ ജയ ശാന്തിപ്രദായക. നമസ്തേ ശ്രീ മഹാവിഷ്ണോ രോഗദുഃഖഭയാവഹ രോഗദുഃഖഭയാപഹ ജയ ധന്വന്തരി മൂർത്തേ ജയ ശാന്തിപ്രദായക. ജയ ധന്വന്തരി മൂർത്തേ ജയ ശാന്തിപ്രദായക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരയേ നമഃ. അപ്പൊ അങ്ങനെ പാലാഴി മദനം കഥ മുഴുവൻ ധന്വന്തരി സ്തുതിയിലൂടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ആ പാലാഴി മദനം ആ രംഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. വളരെ മനോഹരം, വളരെ മനോഹരം. ശ്രീ ധന്വന്തരി മൂർത്തയേ നമഃ. നാരായണ. ഇനി അടുത്തതായിട്ട് നരസിംഹമൂർത്തിയെ തന്നെ സ്തുതിക്കുന്ന സുദർശനമൂർത്തിയുമുണ്ട്. തുറവൂരപ്പനെ, തുറവൂര് രണ്ട് മൂർത്തിയായി നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമായി കുടികൊള്ളുന്ന തുറവൂരപ്പനായ കൃഷ്ണനെ നമസ്കരിക്കുന്ന സ്തുതിയാണ് തുറവൂരപ്പ കൃഷ്ണഹരേ. തുറവൂരപ്പ കൃഷ്ണഹരേ എന്നാണ് ഇതിന്റെ പേര്, കീർത്തനത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയും സ്തുതിക്കപ്പെടുന്നു, ശ്രീകൃഷ്ണ ഭഗവാനും. നോക്കട്ടെ. തുറവൂരപ്പ കൃഷ്ണഹരേ. പ്രഹ്ലാദ പ്രിയ തുറവൂരപ്പ സൃഷ്ടിസ്ഥിതിലയ കാരണ കൃഷ്ണ നാമാമൃതരസദായക ഭവഭയനാശന കൃഷ്ണ മുകുന്ദ ഹരേ. പ്രഹ്ലാദ പ്രിയ തുറവൂരപ്പ സൃഷ്ടിസ്ഥിതിലയ കാരണ കൃഷ്ണ നാമാമൃതരസദായക ഭവഭയനാശന കൃഷ്ണ മുകുന്ദ ഹരേ. തൂണിൽ നിന്നവതാരമെടുത്തൊരു ലോകാനുഗ്രഹരൂപ നരഹരിരൂപ ഭക്തജനാശ്രയ കേശവ നാരായണ കരുണാകര വിഷ്ണു. തൂണിൽ നിന്നവതാരമെടുത്തൊരു ലോകാനുഗ്രഹരൂപ നരഹരിരൂപ ഭക്തജനാശ്രയ കേശവ നാരായണ കരുണാകര വിഷ്ണു. ഭീകരഗർജനമോടെ ത്രിഭുവനമാകെ ഇളക്കി മറിച്ചവനെ രിപുലോകത്തിനുമനുഗ്രഹമേകിയ നാരദമുനിഗണവന്ദിത കൃഷ്ണ. ഭീകരഗർജനമോടെ ത്രിഭുവനമാകെ ഇളക്കി മറിച്ചവനെ രിപുലോകത്തിനുമനുഗ്രഹമേകിയ നാരദമുനിഗണവന്ദിത കൃഷ്ണ. ലക്ഷ്മീദേവിയും അൻപൊടു ഭീതി കലർന്നു മടങ്ങിയ നേരം ബാലൻ പ്രഹ്ലാദൻ തൻ മുന്നിൽ മുരളീധരനായി നിന്ന നൃസിംഹഹരേ.
ലക്ഷ്മീ ദേവിയും അൻപൊടു ഭീതി കലർന്നു മടങ്ങിയ നേരം ബാലൻ പ്രഹ്ലാദൻ തൻ മുന്നിൽ മുരളീധരനായി നിന്ന നൃസിംഹഹരേ. പാനകനേദ്യം പാൽപായസവും രോഗഭയങ്ങൾക്കൗഷധമായി നിജഭക്തജനങ്ങൾ കേകീടും ശ്രീ ധന്വന്തരിയാം നരഹരി ജയ ജയ. പാനകനേദ്യം പാൽപായസവും രോഗഭയങ്ങൾക്കൗഷധമായി നിജഭക്തജനങ്ങൾ കേകീടും ശ്രീ ധന്വന്തരിയാം നരഹരി ജയ ജയ. അരികുലഭീഷണരൂപധര ജ്വലദഗ്നി വിഭൂതി സ്വരൂപഹരേ. സുഖകര ശീതള കിരണ സമുജ്വല ഭക്തമനോഹര കൃഷ്ണഹരേ. അരികുല ഭീഷണരൂപധര ജ്വലദഗ്നി വിഭൂതി സ്വരൂപഹരേ. സുഖകര ശീതള കിരണ സമുജ്വല ഭക്തമനോഹര കൃഷ്ണഹരേ. അസുലഭമാകിയ മാനുഷജന്മനി ഭാഗ്യവിധായക ദേവഹരേ. അതിശയകരമാം ആയുധജാല വിരാജിതകരനാം ദേവഹരേ. അസുലഭമാകിയ മാനുഷജന്മനി ഭാഗ്യവിധായക ദേവഹരേ. അതിശയകരമായുധജാല വിരാജിതകരനാം ദേവഹരേ. ഭക്തൻ തന്നുടെ ദാസൻ ജനിമൃതി ദുഃഖ വിനാശന ശക്തിധരൻ. ചക്രം തന്നുടെ സുന്ദര രൂപമെടുത്ത സുദർശന നാദഹരേ. ഭക്തൻ തന്നുടെ ദാസൻ ജനിമൃതി ദുഃഖ വിനാശന ശക്തിധരൻ. ചക്രൻ തന്നുടെ സുന്ദര രൂപമെടുത്ത സുദർശന നാദഹരേ. നിത്യം ഭക്തി പുരസ്സരമെത്തി നമിക്കും ഭക്തജനങ്ങൾക്കായി ചിത്താനന്ദം നൽകി വിളങ്ങും തുറവൂരപ്പ കൃഷ്ണഹരേ. നിത്യം ഭക്തി പുരസ്സരമെത്തി നമിക്കും ഭക്തജനങ്ങൾക്കായി ചിത്താനന്ദം നൽകി വിളങ്ങും തുറവൂരപ്പ കൃഷ്ണഹരേ. തുറവൂരപ്പ കൃഷ്ണഹരേ. ഇപ്പം നമ്മളെ തുറവൂരപ്പനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി, അനേക തുറവൂരപ്പന്റെ കീർത്തനങ്ങൾ നമുക്ക് കിട്ടി. അടുത്തതായിട്ട് പൈങ്ങാകളത്തപ്പൻ പാർത്ഥസാരഥി മൂർത്തി. ഇതെവിടെയാണ് ഈ പൈങ്ങാകളം? എനിക്ക് ഓർമ്മ വരുന്നില്ല. കേട്ട പോലെയുണ്ട്, കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഈ പരിസരം തന്നെ ആയിരിക്കാം, ചേർത്തല, തുറവൂർ അല്ലേ? പൈങ്ങാകളത്തപ്പൻ പാർത്ഥസാരഥി മൂർത്തി, ആ ഒരു കീർത്തനമാണ് നമുക്ക് നോക്കാം. പൈങ്ങാകളത്തപ്പ ഭവൽപദാബ്ജേ നമിപ്പു പാർത്ഥ പ്രിയ ദീനബന്ധോ. അനുഗ്രഹം തേടിടുമെന്റെ ചിത്തേ വസിക്ക ഗീതാമൃതദായകൻ നീ. പൈങ്ങാകളത്തപ്പ ഭവൽപദാബ്ജേ
നമിപ്പു പാർത്ത പ്രിയ ദീനബന്ധോ. അനുഗ്രഹം തേടിടുമെന്റെ ചിത്തേ വസിക്ക ഗീതാമൃതദായകൻ നീ. മനുഷ്യനിദ്ദേഹമതാം രഥത്തിൽ ചരിപ്പു താൻ സാരഥിയെന്നു നണ്ണി. കരത്തിലില്ല കടിഞ്ഞാണതെന്നായി ധരിപ്പവൻ ധന്യൻ അതീവ ഭക്തൻ. മനുഷ്യനിദ്ദേഹമതാം രഥത്തിൽ ചരിപ്പു താൻ സാരഥിയെന്നു നണ്ണി. കരത്തിലില്ല കടിഞ്ഞാണതെന്നായി ധരിപ്പവൻ ധന്യൻ അതീവ ഭക്തൻ. സ്വധർമ്മമെന്തെന്നറിയാതെ പാർത്ഥൻ വിഷണ്ണനായി നിഷ്ക്രിയനായി ഭവിച്ചു. തളർന്നു തേർത്തട്ടിലിരുന്ന നേരം മൃദുസ്മിതം തൂകിയുണർത്തിയോ നീ. സ്വധർമ്മമെന്തെന്നറിയാതെ പാർത്ഥൻ വിഷണ്ണനായി നിഷ്ക്രിയനായി ഭവിച്ചു. തളർന്നു തേർത്തട്ടിലിരുന്ന നേരം മൃദുസ്മിതം തൂകിയുണർത്തിയോ നീ. ജനിക്കുകിൽ മൃത്യുഭവിക്കുമൻപിൽ ജനിച്ചിടും പിന്നെയുമെന്ന തത്വം അറിഞ്ഞിടും നീ. ഭയദുഃഖമെല്ലാം കളഞ്ഞു യുദ്ധത്തിനൊരുങ്ങി നിൽക്കൂ. ജനിക്കുകിൽ മൃത്യുഭവിക്കുമൻപിൽ ജനിച്ചിടും പിന്നെയും എന്ന തത്വം അറിഞ്ഞിടും നീ. ഭയദുഃഖമെല്ലാം കളഞ്ഞു യുദ്ധത്തിനൊരുങ്ങി നിൽക്കൂ. നിനയ്ക്കുകിൽ മാറ്റമിഴാത്തതായിട്ടാത്മാവു മാത്രം അതവധ്യമത്രേ. വധിപ്പതില്ലാരെയുമാറുമെന്നായി ധരിക്ക പാർത്ത ഭുവനൈക വീര. നിനയ്ക്കുകിൽ മാറ്റമിഴാത്തതായിട്ടാത്മാവു മാത്രം അതവധ്യമത്രേ. വധിപ്പതില്ലാരെയുമാറുമെന്നായി ധരിക്ക പാർത്ത ഭുവനൈക വീര. സ്വധർമ്മ കർമ്മങ്ങളറിഞ്ഞു ചെയ്യുക ഫലത്തിലാസക്തി പുലർത്തിടായിക. സമസ്ത കർമ്മങ്ങളും എന്നിലർപ്പിച്ചുണർന്നെണിക്കൂ കളയൂ വിഷാദം. സ്വധർമ്മ കർമ്മങ്ങളറിഞ്ഞു ചെയ്യുക ബലത്തിലാസക്തി പുലർത്തിടായിക. സമസ്ത കർമ്മങ്ങളും എന്നിലർപ്പിച്ചുണർന്നെണീക്കൂ കളയൂ വിഷാദം. എന്നോതി ദുർദർശമതായിടും തൻ രൂപം ഭവാൻ കാട്ടി കിരീടി മുൻപിൽ. ഗീതാമൃതത്തിനതുല പ്രഭാവം പാർത്തന്നു മേന്മേൽ വിജയങ്ങൾ നൽകി. എന്നോതി ദുർദർശമതായിടും തൻ രൂപം ഭവാൻ കാട്ടി കിരീടി മുന്നിൽ. ഗീതാമൃതത്തിനതുല പ്രഭാവം പാർത്തന്നു മേന്മേൽ വിജയങ്ങൾ നൽകി. മനസ്സുമാഴ്കിത്തളരുന്ന നേരം വിഷാദമുള്ളിൽ പടരുന്ന നേരം ഇരുട്ടിൽ മാർഗം തിരയുന്ന നേരം നിരർത്ഥകം സർവവുമെന്ന നേരം സ്മരിക്കുവാൻ കൃഷ്ണ ഭവാന്റെ പാദം നനയ്ക്കുവാൻ കൺചുടുനീർക്കണത്താൽ അനുഗ്രഹ സ്പർശമതേറ്റുവാങ്ങാൻ
ലഭിക്കുമോ ഭാഗ്യമെനിക്കു കൃഷ്ണ. മനസ്സു മാഴ്കിത്തളരുന്ന നേരം, വിഷാദമുള്ളിൽ പടരുന്ന നേരം, ഇരുട്ടിൽ മാർഗം തിരയുന്ന നേരം, നിരർത്ഥകം സർവവുമെന്ന നേരം, സ്മരിക്കുവാൻ കൃഷ്ണ ഭവാന്റെ പാദം നനയ്ക്കുവാൻ കൺചുടുനീർക്കണത്താൽ അനുഗ്രഹസ്പർശമതേറ്റുവാങ്ങാൻ ലഭിക്കുമോ ഭാഗ്യമെനിക്കു കൃഷ്ണ. അനുഗ്രഹസ്പർശമതേറ്റുവാങ്ങാൻ ലഭിക്കുമോ ഭാഗ്യമെനിക്കു കൃഷ്ണ. അതിഗംഭീരം. സാക്ഷാൽ ഭഗവത്ഗീതയുടെ സാരത്തിലൂടെ പാർത്ഥസാരഥിയെ സ്തുതിച്ചിരിക്കുന്നു. എത്ര മനോഹരം, എത്ര മനോഹരം. ഭഗവത്ഗീത അനുസ്മരിക്കാനും പാർത്ഥസാരഥിയെ അനുസ്മരിക്കാനും എല്ലാവരും എന്നും ചൊല്ലാവുന്നതാണ്. നാരായണ. ആദ്യത്തെ ആ ഒരു ശ്ലോകം, മനുഷ്യൻ ഇദ്ദേഹമതാം രഥത്തിൽ ചരിപ്പു താൻ സാരഥിയെന്നു നന്നി, കരത്തിലില്ല കടിഞ്ഞാണതെന്നായി ധരിപ്പവൻ ധന്യൻ അതീവ ഭക്തൻ. ഇത് വളരെ നല്ലൊരു പ്രയോഗം. നമ്മൾ ഓരോരുത്തരും നമ്മളാണ് സ്വന്തം സാരഥി എന്ന് കരുതി അഹങ്കാരികളായി സഞ്ചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിലില്ല എന്ന് ആരാണോ എപ്പോഴാണോ അറിയുന്നത് അവൻ ധന്യൻ, അവനാണ് ധന്യൻ. നമ്മുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലില്ല, ഭഗവാന്റെ കയ്യിലാണ്. അപ്പൊ അത് ഭഗവാന്റെ കയ്യിൽ തന്നെ ഭദ്രമായി ഏൽപ്പിക്കുക. അത് തന്നെയാണ് ഗീതാസാരം. മാമനുസ്മര യുദ്ധ്യച്ച. നാരായണ. വളരെ മനോഹരങ്ങൾ ഓരോ കീർത്തനങ്ങളും. ഇനി ശ്രീകൃഷ്ണാവതാരം. നമ്മൾ കാവ്യമഞ്ജരിയിലും ഒരു കൃഷ്ണാവതാരം കണ്ടിരുന്നു. അത് ഭാഗവതത്തിന്റെ അതേപോലെ അവതരിപ്പിച്ചിരിക്കുകയായിരുന്നു. ഭാഗവതം ദശമസ്കന്ധത്തിലെ തൃതീയ അധ്യായം പോലെ. ഇവിടെ കുറച്ച് വ്യത്യസ്തനായിട്ട് ശ്രീകൃഷ്ണാവതാരം എന്നുള്ള പേരിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഞാനിതുവരെ വായിച്ചിട്ടില്ല, ആദ്യമായിട്ട് വായിക്കുകയാണ്. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി രോഹിണിയോടൊന്നിച്ചൊരർദ്ധരാത്രിയിൽ. ഒരു കവിത പോലെ തന്നെ പാടേണ്ടി വരും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി
രോഹിണിയോടൊന്നിച്ചൊരർദ്ധരാത്രിയിൽ സന്മുഹൂർത്തത്തിൽ കംസരാജധാനിയിലെ തടവറ തന്നിൽ ലോകസങ്കടനാശകനായി ശ്രീകൃഷ്ണൻ പിറന്നു. പുഷ്പവൃഷ്ടി അഭിഷേകം ശംഖനാദമെല്ലാം ചെയ്തു തുഷ്ടരായി ബ്രഹ്മരുദ്രദേവസമൂഹം. ഭൂമിദേവി ഭഗവാനെ വരവേറ്റു പുഷ്പഫലജാലങ്ങളാൽ ഭക്തർ ഭദ്രദീപങ്ങളാലും. അങ്ങനെയാണ്. താങ്ക് യു. ഇപ്പോഴാണ് വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ കൺകൾ ചിമ്മി നോക്കിനാർ, മഴമേഘങ്ങൾ എത്തി മിന്നലൊപ്പ മിടി മുഴക്കങ്ങളും. തെറ്റിപ്പോയി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി രോഹിണിയോടൊന്നിച്ചൊരർദ്ധരാത്രിയിൽ സന്മുഹൂർത്തത്തിൽ കംസരാജധാനിയിലെ തടവറ തന്നിൽ ലോകസങ്കടനാശകനായി കൃഷ്ണൻ പിറന്നു. പുഷ്പവൃഷ്ടി അഭിഷേകം ശംഖനാദമെല്ലാം ചെയ്തു തുഷ്ടരായി ബ്രഹ്മരുദ്രദേവ സമൂഹം. ഭൂമിദേവി ഭഗവാനെ വരവേറ്റു പുഷ്പബലജാലങ്ങളാൽ ഭക്തർ ഭദ്രദീപങ്ങളാലും. നക്ഷത്രങ്ങൾ കൺകൾ ചിമ്മി നോക്കിനാർ, മഴമേഘങ്ങൾ എത്തി മിന്നലൊപ്പമിടി മുഴക്കങ്ങളും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ. നീലവർണ്ണ ശോഭ ചുറ്റും പരന്നു തമസ്സകന്നു, മോഹനമാം വിഷ്ണു രൂപം മുന്നിൽ തെളിഞ്ഞു. ചതുർഭുജനായി ചക്ര ശംഖ ഗദാ പങ്കജങ്ങൾ ധരിച്ചും മണിക്കിരീട ശോഭകൾ പൂണ്ടും. മകരകുണ്ടലങ്ങളും മന്ദഹാസ മധുരമാം വദനവും കരുണാർദ്രലോചനങ്ങളും. ഗളഭുവി വിലസിടും കൗസ്തുഭരത്നവും ഭക്തി നിറവേഴും ശ്രീവത്സവും വനമാലയും. കങ്കണങ്ങൾ കടകങ്ങൾ കെയൂറംഗദാദികളും ഭംഗിയേറും പീതാംബരം തൃപ്പദങ്ങളും. ശ്യാമസുന്ദരമം മഹാവിഷ്ണു രൂപം കണ്ടു നിന്ന ദേവകി വസുദേവന്മാർ സ്വയം മറന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ. കംസനില്ല കാരാഗൃഹമില്ല, ശുദ്ധ ബ്രഹ്മഭാവം കൊണ്ടു നിന്നു നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ഭഗവാന്റെ മുന്നിൽ നിന്നു ഭക്തിപൂർവം സ്തുതി ചെയ്തു ഭഗവൽ ഭക്തരാം അവർ നമസ്കരിച്ചു. കൺ തുറന്നു മുന്നിൽ കണ്ടു വിശ്വസൗന്ദര്യത്തിടമ്പാം പിഞ്ചു ശിശുവിനെ സത്യസ്വരൂപൻ തന്നെ. ദുഷ്ടനിഗ്രഹവും ശിഷ്ടരക്ഷണവും ചെയ്തു ധരാ ദുഃഖം തീർക്കാൻ രൂപമാർന്നൊരീശ്വരൻ തന്നെ. വസുദേവ ദേവകിമാർ മുന്നിൽ കണ്ടോരവതാര സ്വരൂപമെൻ മനതാരിൽ തോന്നണം കൃഷ്ണ. ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഗോവിന്ദ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഗോവിന്ദ.
ഇപ്പോൾ വഞ്ചിപ്പാട്ട് രീതിയിലാണ് ഇത് പാടേണ്ടത്. നമ്മുടെ വഞ്ചിപ്പാട്ടുകാരൊക്കെ പഠിച്ചെടുത്തോട്ടെ, അല്ലെ ആറന്മുള വള്ളംകളിക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാം. ആറന്മുളക്കാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോളൂ, എന്നിട്ട് പഠിച്ചെടുത്തോളൂ പുതിയ പുതിയ ഗാനങ്ങൾ. നാരായണ. ഇന്നലെ നമ്മളൊരു വഞ്ചിപ്പാട്ട് രീതിയിലൊന്ന് പാടിയിരുന്നു. ഏതായിരുന്നു? മറ്റേ കൃഷ്ണാപാഹിമ തുറവൂരിൽ വിളങ്ങിയിടും. അതില് പക്ഷെ തുറവൂരിനെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ മറ്റേ ആറന്മുളക്കാർക്ക് പാടാം. ആറന്മുള വിളങ്ങിടും പ്രഹ്ലാദപ്രിയനാം കൃഷ്ണ. അല്ല, അവിടെ പ്രഹ്ലാദപ്രിയൻ വരില്ല. ബാക്കിയുള്ള വരികൾ പാടാം. അച്യുതനായ വ്യയനായി അനന്തനായ അനാദ്യനായി അക്ഷരബ്രഹ്മമായിടും കൃഷ്ണാപാഹിമാം. ആ വരികൾ പാടാം. ആറന്മുളക്കാർക്ക് എന്നും ഒരേ കുചേലവൃത്തം മാത്രം പാടിക്കൊണ്ടിരുന്നാൽ പോരല്ലോ, കുറച്ച് വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ. ഇനി പാട്ടത്തിൽ മഠം ശ്രീ ഭഗവതി. അത് എവിടെയെന്ന് അറിയില്ല, അമ്മ തന്നെ നോട്ടിട്ടാ നന്നായിരുന്നു. പാട്ടത്തിൽ മഠം എവിടെയാണോ അറിയില്ല, സരസ്വതി ഭാവത്തിലാണ്. ഒരു സരസ്വതി സ്തുതിയായിട്ടാണ് പാട്ടത്തിൽ മഠം ഭഗവതി, ശ്രീ ഭഗവതി. തൃപാദം പണിയുന്നവർക്കു സകലാഭീഷ്ടങ്ങളും നൽകിടും പാട്ടത്തിൽ മടമാർന്നിഴും ഭഗവതി ദേവി നമിക്കുന്നു ഞാൻ. ഓക്കെ, അതെവിടെയാ സ്ഥലം എന്നും കൂടി പറയൂ. ഈ ചേച്ചിയും ഭർത്താവൊന്നും ആളുകൾക്കറിയില്ല. സ്ഥലം കൂടി പറഞ്ഞു കൊടുക്കും. കടക്കര പള്ളി, ചേർത്തലയ്ക്കടുത്ത് തന്നെയാണ് തോന്നുന്നു, അല്ലേ? വീണാ പുസ്തകപാണി വാണി ജനനി വേദസ്വരൂപാണി ദോഷവിനാശിനി ശുഭകരി. എങ്ങനെ പാടേണ്ടത് നോക്കണം. ചേർത്തല തന്നെയാണ്. ചേർത്തലയിലാണ് കടക്കരപ്പള്ളി കുടുംബക്ഷേത്രമാണ്. പാട്ടത്തിൽ മഠം ശ്രീ ഭഗവതി. വിദ്യാദായിനി ശക്തിരൂപിണി ജഗദ്ധാത്രി ജഗന്മോഹിനി ഭക്താനാം ഹൃദയാദിവാസിനി മഹാലക്ഷ്മി സമസ്തേശ്വരി. എങ്ങനെ പാടേണ്ടതെന്ന് വരുന്നില്ല. തൃപാദം പണിയുന്നവർക്കു സകലാഭീഷ്ടങ്ങളും നൽകിടും പാട്ടത്തിൽ മടമാർന്നെഴും ഭഗവതി ദേവി നമിക്കുന്നു ഞാൻ. ശ്ലോകങ്ങളാണ് അല്ലെ, ഓരോന്നും വെവ്വേറെ വൃത്തങ്ങളുമാണ്. അതാണ് വെവ്വേറെ വൃത്തങ്ങളിലുള്ള 5 ശ്ലോകങ്ങളാണ്. അവസാനത്തെ 2 അനുഷ്ടുപ്പ് പോലെയുള്ള വൃത്തങ്ങളാണ്. ബാക്കി ആദ്യത്തെ 3 കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ വെറുതെ ഒപ്പിച്ച് ചൊല്ലാം. ഇപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം അതിൻ്റെ രീതി കറക്റ്റ് ചെയ്യാൻ. ആദ്യമായിട്ടാണ് ചൊല്ലുന്നത്.
വിദ്യാദായിനി ശക്തിരൂപിണി ജഗദ്ധാത്രി ജഗന്മോഹിനി ഭക്താനാം ഹൃദയാദിവാസിനി മഹാലക്ഷ്മി സമസ്തേശ്വരി. തൃപാദം പണിയുന്നവർക്കു സകലാഭിഷ്ടങ്ങളും നൽകിടും. പാട്ടത്തിൽ മടമാർന്നെഴും ഭഗവതി ദേവി നമിക്കുന്നു ഞാൻ. ശാർദൂലക്രീഡിതമാണ്. വിദ്യാദായിനി ശക്തിരൂപിണി ജഗദ്ധാത്രി ജഗന്മോഹിനി ഭക്താനാം ഹൃദയാദിവാസിനി മഹാലക്ഷ്മി സമസ്തേശ്വരി. തൃപാദം പണിയുന്നവർക്കു സകലാഭിഷ്ടങ്ങളും നൽകിടും. പാട്ടത്തിൽ മടമാർന്നെഴും ഭഗവതി ദേവി നമിക്കുന്നു ഞാൻ. വീണാ പുസ്തകപാണി വാണി ജനനി വേദസ്വരൂപാത്മികേ വാണി ദോഷവിനാശിനി ശുഭകരീ സർവാർത്ഥസന്ധായിനി. ചേണാർന്നെൻ മനതാരിൽ നിത്യവിമലജ്ഞാനം പ്രകാശിക്കുവാൻ വേണം നിൻ കൃപ എന്നിലെപ്പോഴും അതിനായി ഭജിക്കുന്നു ഞാൻ. വീണാ പുസ്തകപാണി വാണിജനനീ വേദസ്വരൂപാത്മികേ വാണി ദോഷവിനാശിനി ശുഭകരീ സർവാർത്ഥസന്ധായിനി. ചേണാർന്നെൻ മനതാരിൽ നിത്യ വിമലജ്ഞാനം പ്രകാശിക്കുവാൻ വേണം നിൻ കൃപ എന്നിലെപ്പോഴും അതിനായി ഭജിക്കുന്നു ഞാൻ. ദേവീ മേരുനിവാസിനി ഭഗവതി ശ്രീചക്രരാജസ്ഥിതേ ദേവി സത്വഗുണാത്മികേ കരുണതന്മാധുര്യമേ ശ്രീനിധേ. ദേവി ദുഃഖഭയാവഹേ സുരനുതേ ശ്രീരാജരാജേശ്വരീ ദേവി കാത്തരുളേണമേ മഠമതിൽ വാഴുന്ന യോഗേശ്വരി. ദേവി മേരുനിവാസിനി ഭഗവതി ശ്രീചക്രരാജസ്ഥിതേ ദേവി സത്വഗുണാത്മികേ കരുണതന്മാധുര്യമേ ശ്രീനിധേ. ദേവി ദുഃഖഭയാമഹേ സുരനുതേ ശ്രീരാജരാജേശ്വരീ ദേവി കാത്തരുളേണമേ മഠമതിൽ വാഴുന്ന യോഗേശ്വരി. ഇരുളിൽ ദീപമായെന്നും വഴികാട്ടും മഹേശ്വരി അറിവിൻ നിറവായുള്ളിൽ നിറയും ജഗദംബികേ. ഇരുളിൻ ദീപമായെന്നും വഴികാട്ടും മഹേശ്വരി അറിവിൻ നിറവായുള്ളിൽ നിറയും ജഗദംബികേ. നമസ്കരിപ്പൂ നിൻ മുന്നിൽ മായാമോഹവിനാശിനി അന്നപൂർണേശ്വരി
ജ്ഞാനരൂപിണി ഭുവനേശ്വരി. നമസ്കരിപ്പൂ നിൻ മുന്നിൽ മായാമോഹവിനാശിനി അന്നപൂർണേശ്വരി ജ്ഞാനരൂപിണി ഭുവനേശ്വരി. ഇത് മൂകാംബികാ സ്തുതിയായും സ്തുതിക്കാവുന്നതാണ്. ചെറിയ പാട്ടത്തിൽ മഠത്തിന്റെ പേര് മാറ്റി മൂകാംബികയുടെ കൊല്ലൂരോ കോലാപുര വാസിനിന്നോ ഒക്കെ ആക്കി മാറ്റിയിട്ട് അമ്മ തന്നെ മാറ്റിത്തന്നാൽ അത് മൂകാംബികാ സ്തുതിയായിട്ടും എല്ലാവർക്കും സ്തുതിക്കാം. അത് മൂകാംബികയുടെ ഭാവം തന്നെയാണ്. മൂകാംബികയ്ക്ക് നന്നായി ചേരുന്ന സ്തുതിയാണ്. നാരായണ. വളരെ മനോഹരമേ. ശാർദൂല വിക്രീഡിതം ശ്ലോകമാണ് എഴുതി വയ്ക്കുക. നാരായണ. ഇനി പൊന്നേത്തുകാവിൽ ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്തുതിയാണ്. നമ്മുടെ എറണാകുളം കടവന്ത്ര ചിലവന്നൂർ എന്നൊക്കെ പറയും. അവിടെയാണ് ഈ പൊന്നേത്തുകാവ്. പൊന്നേത്ത് മഠം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മഠമുണ്ട്. അവര് നമ്പീശന്മാർ ഉണ്ണിമാരാണ്. നമ്മുടെ ദിവ്യ ഉണ്ണി, പഴയ സിനിമ സ്റ്റാറുടെ അവരുടെ കുടുംബമാണ്. പൊന്നേത്തുകാവിൽ ഭഗവതി നല്ലൊരു ക്ഷേത്രമാണ്. എറണാകുളത്ത് കടവന്ത്ര പരിസരത്ത് പോകുന്നവർ സന്ധ്യാവേളകളിലൊക്കെ പോകേണ്ട, അല്ലെങ്കിൽ രാവിലെയാണെങ്കിലും പോകേണ്ടതായിട്ടുള്ള അതിശക്തിയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചൈതന്യം തുളുമ്പുന്ന ക്ഷേത്രം. അപ്പൊ ഇതൊരു ആദ്യത്തെ വരികൾ ഭുജംഗപ്രയാതം പോലെയുണ്ട്. അവസാനത്തെ 2 ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് പോലെ. 3ഉം 2ഉം 5 ശ്ലോകങ്ങൾ ഭുജംഗപ്രയാതം പോലെയുണ്ട്. നോക്കട്ടെ. പൊന്നേത്തുകാവിൽ ശ്രീ ഭഗവതി. നമസ്തേ സമസ്തേശ്വരി യോഗമായേ നമസ്തേ പരബ്രഹ്മരൂപേ ഭവാനി മഹാദേവി പൊന്നേത്തുകാവിൽ വിളങ്ങും ജഗദ്ധാത്രി സർവാർത്ഥദാത്രി നമസ്തേ. നമസ്തേ സമസ്തേശ്വരി യോഗമായേ നമസ്തേ പരബ്രഹ്മരൂപേ ഭവാനി മഹാദേവി പൊന്നേത്തുകാവിൽ വിളങ്ങും ജഗദ്ധാത്രി സർവാർത്ഥദാത്രി നമസ്തേ. കൃപാമൂർത്തിയായി ഭക്തചിത്തത്തിലെന്നും പ്രഭാപൂരമേക്കുന്ന പൊന്നിൻ വിളക്കായി ജപധ്യാനനിഷ്ഠാരതന്മാർ മനസ്സിൽ നിറഞ്ഞിടുമാത്മപ്രശാന്തി സ്വരൂപേ. കൃപാമൂർത്തിയായി ഭക്തചിത്തത്തിലെന്നും പ്രഭാപൂരമേകുന്ന പൊന്നിൻ വിളക്കായി
ജപധ്യാന നിഷ്ഠാരതന്മാർ മനസ്സിൽ നിറഞ്ഞിടുമാത്മപ്രശാന്തി സ്വരൂപേ നിരാകാരൂപേ സദാധ്യേയരൂപേ സമാധിസ്ഥിതേ കർമ്മ ചൈതന്യരൂപേ തപസ്സിദ്ധിരൂപേ മനഃശക്തിരൂപേ നമസ്തേ നമസ്തേ ശുഭേ ബാലഭദ്രേ നിരാകാരൂപേ സദാധ്യേയരൂപേ സമാധിസ്ഥിതേ കർമ്മ ചൈതന്യരൂപേ തപസ്സിദ്ധിരൂപേ മനഃശക്തിരൂപേ നമസ്തേ നമസ്തേ ശുഭേ ബാലഭദ്രേ ത്രിലോകസ്ഥിതേ സർവഭൂതസ്വരൂപേ മഹാദേവ ചിത്തപ്രസാദസ്വരൂപേ ക്ഷമാരൂപിണി ശൈലകന്യാസ്വരൂപേ മഹാലക്ഷ്മി രൂപേ പ്രസീദ പ്രസീദ ത്രിലോകസ്ഥിതേ സർവഭൂതസ്വരൂപേ മഹാദേവ ചിത്തപ്രസാദസ്വരൂപേ ക്ഷമാരൂപിണി ശൈലകന്യാസ്വരൂപേ മഹാലക്ഷ്മി രൂപേ പ്രസീദ പ്രസീദ സദാ ഗാനലോലെ സദാ സ്മേരവക്ത്രേ പുരാണാദിസംസേവിതേ ജ്ഞാനമൂർത്തേ നമസ്തേ സുമേരുസ്ഥിതേ യോഗിഗമ്യേ സമസ്താപരാധം ക്ഷമിക്കേണമമ്മേ സദാ ഗാനലോലെ സദാ സ്മേരവക്ത്രേ പുരാണാദിസംസേവിതേ ജ്ഞാനമൂർത്തേ നമസ്തേ സുമേരുസ്ഥിതേ യോഗിഗമ്യേ സമസ്താപരാധം ക്ഷമിക്കേണമമ്മേ ശിവനോടൊത്തു ശോഭിക്കും ശക്തിയാം ഭുവനേശ്വരി ഇരുളിൽ ദീപമായെന്നും വഴികാട്ടിയിടുമംബികേ പൊന്നേത്തുകാവിൽ വാണിടും ശ്രീഭദ്രേ സർവപൂജിതേ അനുഗ്രഹിക്കൂ നിൻ മുന്നിൽ നമിപ്പൂ ഭക്തിപൂർവകം ശിവനോടൊത്തു ശോഭിക്കും ശക്തിയാം ഭുവനേശ്വരി ഇരുളിൽ ദീപമായെന്നും വഴികാട്ടിയിടുമംബികെ പൊന്നേത്തുകാവിൽ വാണിടും ശ്രീഭദ്രേ സർവപൂജിതേ അനുഗ്രഹിക്കൂ നിൻ മുന്നിൽ നമിപ്പൂ ഭക്തിപൂർവകം അനുഗ്രഹിക്കൂ നിൻ മുന്നിൽ നമിപ്പൂ ഭക്തിപൂർവകം. വളരെ നല്ല ആസ്വാദ്യകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അല്ലേ. ഭുജംഗപ്രയാസം പൊതുവെ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ അതേ വൃത്തത്തിൽ മലയാളത്തിൽ മനോഹരമായിട്ട് അമ്മ ചെയ്തിട്ടുണ്ട്. പൊന്നേത്തുകാവിൽ ഇപ്പം ആരാണോ അവിടെ ഭരണമൊക്കെ പണ്ടൊരു വിജയനുണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഇതൊക്കെ സംഗീതം ചെയ്ത് കാസറ്റാക്കി ഇറക്കുകയൊക്കെ ചെയ്യും. വിജയൻ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നറിയില്ല. ദിവ്യ ഉണ്ണിയുടെ അമ്മാമൻ. ഞാൻ അവിടെയൊക്കെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നാരായണ നാരായണ. ഇനിയൊരു ചിറക്കരക്കാവിൽ ശ്രീ ഭഗവതി. ഈ ചിറക്കരക്കാവ് എവിടെയാണാവോ? ചേർത്തല തന്നെയാണോ? ചിറക്കരക്കാവിൽ ശ്രീ ഭഗവതി.
നല്ല സ്തോത്രം തന്നെയാണ്. നോക്കട്ടെ. ഇതും വൃത്തങ്ങൾ മാറി വരുന്നുണ്ട്. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഒരു വൃത്തം, പിന്നത്തെ 2 ശ്ലോകങ്ങൾ മറ്റൊരു വൃത്തം, പിന്നെ മാറി വരുന്നുണ്ട്. ഇതെവിടെയാണ്? പാല, പൂർവീകം. ചിറക്കരക്കാവിൽ ശ്രീ ഭഗവതി. നമോസ്തുതേ ദേവി ശിവസ്വരൂപിണി, നമോസ്തുതേ ശങ്കരവല്ലഭേ ശിവേ, ചിറക്കരക്കാവിലെഴും മഹേശ്വരി, നമോ നമസ്തേ സകലാർത്ഥദായിനി. നമോസ്തുതേ ദേവി ശിവസ്വരൂപിണി, നമോസ്തുതേ ശങ്കരവല്ലഭേ ശിവേ, ചിറക്കരക്കാവിലെഴും മഹേശ്വരി, നമോ നമസ്തേ സകലാർത്ഥദായിനി. ജയിക്ക ശ്രീ പാർവതി ശൈലകന്യകേ, ജയിക്ക യോഗേശ്വരി ശക്തിരൂപിണി, ചിറക്കരക്കാവിൽ വിളങ്ങുമംബികേ, ജയിക്ക താപത്രയനാശിനി ശുഭേ. ജയിക്ക ശ്രീ പാർവതി ശൈലകന്യകേ, ജയിക്ക യോഗേശ്വരി ശക്തിരൂപിണി, ചിറക്കരക്കാവിൽ വിളങ്ങുമംബികേ, ജയിക്ക താപത്രയനാശിനി ശുഭേ. ദുഃഖനാശിനി പുണ്യവർദ്ധിനി ശുദ്ധ സത്വഗുണാത്മികേ, ഹൃദ്യമുഗ്ധവചോ വിമോഹിനി ഭക്തമാനസവാസിനി, മുക്തിദായിനി ചിൽസ്വരൂപിണി സന്മയി ഭുവനേശ്വരി, ശുദ്ധ ഭക്ത സരസിൽ മേവിടുമീശ്വരി പരിപാഹി മാം. ദുഃഖനാശിനി പുണ്യവർദ്ധിനി ശുദ്ധ സത്വഗുണാത്മികേ, ഹൃദ്യമുഗ്ധവചോ വിമോഹിനി ഭക്തമാനസവാസിനി, മുക്തിദായിനി സ്വരൂപിണി സന്മയി ഭുവനേശ്വരി, ശുദ്ധ ഭക്ത മനസ്സിൽ മേവിടുമീശ്വരി പരിപാഹി മാം. ജ്ഞാനദായിനി മോഹ ദുഃഖ ഭയാന്ധകാര വിമോചനി, കാമവൈരി മനഃപ്രസാദിനി കാമിനി ശിവമോഹിനി, ശ്രീഗണേശ്വര കാർത്തികേയ ജനിത്രിയാം അഖിലേശ്വരി, രോഗപീഡകൾ മാറ്റി നിത്യമനുഗ്രഹിക്കണമംബികേ. ജ്ഞാനദായിനി മോഹ ദുഃഖ ഭയാന്ധകാര വിമോചനി, കാമവൈരി മനഃപ്രസാദിനി കാമിനി ശിവമോഹിനി, ശ്രീഗണേശ്വര കാർത്തികേയ ജനിത്രിയാം അഖിലേശ്വരി, രോഗപീഡകൾ മാറ്റി നിത്യമനുഗ്രഹിക്കണമംബികേ. ഉമാമഹേശ്വരന്മാർഗൻ കാരുണ്യസ്പർശമേൽക്കുവാൻ ഭക്തിശുദ്ധമതായിടും തീർത്ഥത്തിൽ മുഴുകിയിടുവാൻ, ജപയജ്ഞാഗ്നിയിൽ കാമമദങ്ങൾ ഭസ്മമാക്കുവാൻ,
മനസ്സിൽ ജ്ഞാനദീപത്തിൻ തിരികൾ തെളിയിക്കുവാൻ ദേവി ചിറക്കരക്കാവിൽ മേവും പർവതനന്ദിനി ശരണാഗതരാം ഞങ്ങൾ നമിപ്പൂ ഭക്തിപൂർവകം. ഉമാമഹേശ്വരന്മാർദൻ കാരുണ്യസ്പർശമേൽക്കുവാൻ ഭക്തിശുദ്ധമതായിടും തീർത്ഥത്തിൽ മുഴുകിയിടുവാൻ ജപയജ്ഞാഗ്നിയിൽ കാമമതങ്ങൾ ഭസ്മമാക്കുവാൻ മനസ്സിൽ ജ്ഞാനദീപത്തിൻ തിരികൾ തെളിയിക്കുവാൻ ദേവി ചിറക്കരക്കാവിൽ മേവും പർവതനന്ദിനി ശരണാഗതരാം ഞങ്ങൾ നമിപ്പൂ ഭക്തിപൂർവകം. ശരണാഗതരാം ഞങ്ങൾ നമിപ്പൂ ഭക്തിപൂർവകം. നാരായണ, എന്താ പറയല്ലേ, അമ്മ അങ്ങനെ ഓരോരോ വൃത്തങ്ങളെ കൊണ്ടും കളിക്കണം. സമ്മതിച്ചിരിക്കുന്നു അമ്മയെ. എല്ലാ വൃത്തങ്ങളിലും വഴങ്ങുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഒരു എന്താ പറയുക, നൈസർഗിക വാസന തന്നെ നല്ലോണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ വൈകിപ്പോയി അല്ലേ. അമ്മയുടെ ശതാഭിഷേകം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നമ്മൾക്ക് അറിയാനും എന്താ പറയുക, നമ്മുടെ കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു ശ്രീകൃഷ്ണ പഞ്ചകം കൂടി പാടി സമർപ്പിക്കാം. ഇത് ഞാൻ പലപ്പോഴും സപ്താഹത്തിൽ പാടിയിട്ടുള്ളതാണ്. വളരെ ലളിതമായിട്ടുള്ള 5 ശ്ലോകങ്ങൾ. നമ്മുടെ ഗണേശ പഞ്ചരത്നം പോലെ തന്നെയുള്ള രീതിയിൽ ശ്രീകൃഷ്ണ പഞ്ചകം അഥവാ പഞ്ചരത്നം. സമസ്തലോകപൂജിതം സമസ്തഭൂതരക്ഷകം സദാശിവം സദാ പ്രസന്ന ശാന്തവക്ത്രശോഭിതം സരസ്വതീനുദം സദാ രമാദരാസു സേവിതം പയഃ പയോനിധിസ്ഥിതം ഫണീന്ദ്രതൽപശായിനം ഉമാമഹേശ സംസ്തുതം അനുഗ്രഹൈകതൽപരം അധർമ്മനാശകാരകം സ്വധർമ്മകർമ്മമോദ്ബോധകം ഭവാബ്ദി ദുഃഖമോചകം മനഃപ്രശാന്തിദായകം നമാമി സത്യരൂപിണം ഹരിം പ്രപഞ്ചരക്ഷകം വ്രജഗൃഹപ്രശോഭകം യശോദനന്ദലാളിതം സഗോപഗോപിചാരിണം കളിന്ദജാന്തഖേലനം നിശാന്തരേഷു രാസനർത്തനോത്സുകം രതിപ്രദം സുവേണുഗാനലോലുപം നമാമി ഗോപബാലകം പ്രപഞ്ചധർമ്മരൂപിണം പ്രപന്നമുക്തിദായകം പ്രഭാതരംഗിതംഗകം പ്രദീപ്തലോചനാന്വിതം സ്വഭക്തരക്ഷണവ്രതം സമസ്തദുഷ്ടനാശകം നമാമി കാലസേവിതം നമാമി ലോകപാലകം സുരേന്ദ്രഗർവഭഞ്ജകം മഹാഗിരീന്ദ്രധാരിണം ദവാഗ്നിഭക്ഷകം വിഭും ഗജേന്ദ്രമുക്തിദായകം സദാ ഹൃദി സ്ഥിതം മനോജ്ഞരൂപഭാവസംയുതം നമാമി കൃഷ്ണബാലകം ഭജാമി ഭക്തവത്സലം നമാമി കൃഷ്ണബാലകം ഭജാമി ഭക്തവത്സലം. ഹരി ഓം. പഞ്ചരത്നം
അതും വളരെ മനോഹരം. വ്രജഗൃഹ പ്രശോഭകെന്ന് മാത്രമുള്ളിടത്ത് ഒരു ദീർഘം വ്രജേ ഗൃഹ പ്രശോഭകെന്ന് ആക്കിയാൽ വൃത്തം ശരിയാവും. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് അല്ലേ അമ്മേ? പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. വ്രജേ ഗൃഹ പ്രശോഭകം അങ്ങനെ ആക്കിയാൽ മീറ്റർ കറക്റ്റ് ആവും. രണ്ടാമത്തെ അക്ഷരത്തിന് ദീർഘം വേണം. അപ്പോൾ ഇന്ന് സമർപ്പിക്കാം, നാളെ തുടരാം. ഇനിയും ഒരുപാട് കീർത്തനങ്ങളുണ്ട്. പകുതിയായിട്ടുള്ളൂ. ഇപ്പോൾ പുസ്തകത്തിന്റെ പകുതിയായി സ്റ്റേപ്ലർ. അപ്പൊ ഇനി 2 ക്ലാസ്സുകൾക്ക് മുമ്പ്. നാരായണ. നാളെ വ്യാഴാഴ്ച നോക്കട്ടെ, പരിപാടിയൊന്നുമില്ലെങ്കിൽ നമുക്ക് നടത്താം. നാളെ 1-ാം തീയതി. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം വാൽമീകി രാമായണത്തിൽ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെ തുടരാം. പൂജാപുഷ്പങ്ങൾ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.